എന്തായാലും ഇവിടെ ഇതൊരു എന്താ പറയാ, ഒരു ചരിത്രം ഉറങ്ങണ ഒരു സ്ഥലമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം അഭിനയിച്ച ക്യാപ്റ്റൻ പ്രഭാകർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. വിജയകാന്ത് സാറാണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ ആ പടത്തിന്റെ ഷൂട്ടിംഗ് ഇവിടെ. അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിലേക്ക് പോവാണ്ട് ഈ ഷൂട്ടിങ്ങിന് ഇവിടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ ഇവിടെ അഭിനയിക്കാൻ വരും. അപ്പോൾ ഒരു ദിവസം 125 ഉറുപ്പ്യ കൂലിയും പിന്നെ ഇഡ്ഡലി, ചോറ്, മീൻകറി അങ്ങനെയൊക്കെ കിട്ടും. ഞങ്ങൾ കുറേ ഗ്യാങ്ങുകൾ കൂടി ഇവിടെ വന്ന് അഭിനയിക്കാൻ വരും. അപ്പൊ അന്ന് വിജയകാന്ത് സാറിന് ഞാൻ മിമിക്രി കാണിച്ചു കൊടുക്കാറുണ്ട്. വിജയകാന്ത് സാറുമാര് സംസാരിക്കുന്ന മാതിരി, എന്ന് കച്ചിക്കേറി നിൽക്കും പങ്കിരിക്ക്, കിടത്തിൽ കയറി നിൽക്കും പങ്കിരിക്ക്, എന്നെ വീരഭദ്ര എന്നെ പുരിയാളാ. അപ്പൊ ഞാനത് സ്പോട്ടിലേക്ക് വെച്ച് ആളെ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അന്ന് ഈ തമിഴ് അറിയാവുന്ന എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് നമ്മുടെ കൂട്ടുകാരന്മാര് മലയാളികൾക്കൊക്കെ ഞാനാണ് തമിഴ് മലയാളത്തിലേക്ക് പറഞ്ഞു കൊടുത്ത് ഇന്നമാര് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യിക്കാറുണ്ട്. അങ്ങനെ പോയി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ ബിരുദം 10ാം ക്ലാസ്സിൽ 3 പ്രാവശ്യമൊക്കെ എഴുതി കുത്തി, മാഷുമാരൊക്കെ ജയിച്ചു, ഞാൻ തോറ്റു എന്നുള്ളൊരവസ്ഥയിലായി. അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നീട് എന്നെ വിജയകാന്ത് സാറ് കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ചാലക്കുടിക്കാരൻ മണി, ഈ കലാഭവൻ മണി ഒരു സിനിമാ നടനായിട്ട് വിജയകാന്ത് സാറിന്റെ പടത്തിൽ ഒരു വില്ലനായിട്ട് ഞാൻ മദ്രാസിൽ ചെല്ലുമ്പോഴാണ് ആള് പറയണത്. അപ്പൊ എന്നെ കണ്ടപ്പോൾ ആള് പറഞ്ഞു, നീ എന്ത് മിമിക്രി പண்ற கலாபவன் மணி தானே, எனக்கு தெரியும், ഇപ്പൊ കൊഞ്ചം ഓടുമ്പോഴാം ரொம்ப ഏത്തിരിക്ക, നല്ല ഇരിക്ക മണി. സാർ നന്നായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. അങ്ങനെ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ നാട്ടിലേക്ക് എനിക്കത് പറ്റി ഒന്നും കൂടി ഓർമ്മിപ്പിച്ച് പറയാൻ സന്തോഷം തോന്നി. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആളവിടെ വായോ. പേരെന്താ പറഞ്ഞ? രജി ബദ്രി. എനിക്ക് പെട്ടെന്ന് നോക്കുമ്പോ ഒരു സബിതാ ബേട്ടിയുടെ ഒരു അല്ലേ, സബിതാ ബദ്രി എന്ന് പോലെ ഇരിക്കണ്ടല്ലേ. അങ്ങനെ ഒരു കട്ട് മാതിരി തോന്നി. വീടെവിടെ? കയ്പമംഗലം. അത് ഇവിടെ കൊടുങ്ങല്ലൂർ സൈഡല്ലേ? കൊടുങ്ങല്ലൂർ സൈഡിനൊരു പ്രത്യേകത, നിങ്ങളുടെ നാടിനൊരു പ്രത്യേകത. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഷയാണ് കൊടുങ്ങല്ലൂർ, കോഴിക്കോട്. കാരണം കൊടുങ്ങല്ലൂർ ഭാഷ എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഭാഷയിൽ തന്നെ ഒരു താളുണ്ട്, ഒരു പാട്ടുണ്ട്. അവർ പറയണേ, അള്ളാനാണ് എനിക്ക് പറയാൻ പറ്റൂല പഠിച്ചോനെ, ഞാന് മച്ചാട്ട് ബസ് കാത്തു നിൽക്കണായിരുന്നു, ആ മച്ചാട്ട് ബസ് കാത്തു നിൽക്കണായിരുന്നു. അപ്പോഴാണ് സുബ്ഹാനല്ലാ ഉമ്മ കുറച്ച് മത്തി വാങ്ങിച്ചായിരുന്നേ, അത് വാങ്ങിച്ച് കറി വെച്ച് വന്നപ്പോ കുറെ നേരെ, പിന്നെ അപ്പോഴേക്കും കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വന്നുള്ളൂ. ഒരു ഓളമാണ്, അതൊരു താളം തന്നെയാ. അപ്പൊ എന്തായാലും കയ്പമംഗലത്ത് ആ താളമുള്ള ആളുടെ ഒരു പാട്ടൊക്കെ പാടില്ല. എന്ത് പാട്ടാ പാടാറ്? കവിത പാടും. ഇപ്പൊ ഏറ്റവും ഈ മൂഡിൽ, ഈ ഒരു അവസ്ഥയിൽ എന്ത് പാട്ട് പാടാനാ തോന്നണ? മംഗളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോനെ, മംഗളായി മഠത്തിലെ പെണ്ണെ മാമ്പഴ കുഞ്ഞോനെ, മംഗളായി മഠത്തിലെ പെണ്ണ് മാമ്പഴ കുഞ്ഞോതേ, മംഗളായി മഠത്തിലെ പെണ്ണ് മാമ്പഴ കുഞ്ഞോതേ. 7 പേരെ അങ്ങിളമാർക്ക് ഞാനൊരു പെണ്ണാണ്, മംഗളായി മഠത്തിലെ പെണ്ണ് മാമ്പഴ കുഞ്ഞോതാ, മംഗളായി മഠത്തിലെ പെണ്ണ് മാമ്പഴ കുഞ്ഞോതേ, മംഗളായി മഠത്തിലെ പെണ്ണ് മാമ്പഴ കുഞ്ഞോതേ. പൂരത്തിനോകും നാടെങ്ങും വാങ്ങിച്ചാണോ, എന്തു ചെയ്തു മാമ്പഴ കുഞ്ഞോതേ, മംഗളായി മഠത്തിലെ പെണ്ണ് മാമ്പഴ കുഞ്ഞോതേ, മംഗളായി മഠത്തിലെ പെണ്ണ് മാമ്പഴ കുഞ്ഞോതേ. എന്റെ ചക്കി അനുജത്തി ചക്കിക്ക് കല്യാണമായിരുന്നേ, അവളുടെ അരയിൽ അനിയൻ കൊടുത്തയച്ചു ഞാനോ, മംഗളായി മഠത്തിലെ പെണ്ണ് മാമ്പഴ കുഞ്ഞോതേ, മംഗളായി മഠത്തിലെ പെണ്ണ് മാമ്പഴ കുഞ്ഞോതേ. എന്തായാലും പാട്ട് ഗംഭീരമായി കലക്കി. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, അപ്പൊ നിങ്ങളിവിടെ ഇറക്കിയില്ലേ, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരണില്ല. കാരണം എന്താ, എനിക്ക് ഈ വെയിലത്ത് നിൽക്കാൻ പാടില്ല. ഞാൻ ഇപ്പൊ അത്യാവശ്യം കുറച്ച് കളറൊക്കെ വെച്ച് വരണുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കറുത്ത് പോകാൻ പാടില്ല. കാരണം നമ്മൾ മമ്മൂക്കാന്റെ, ലാലേട്ടന്റെ, സുരേഷ് ഗോപിയുടെ വേഷമൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഈ കളർ എന്തായാലും ഞാൻ കളയണില്ല. ഇതേ നേരം അങ്ങോട്ട് വയ്ക്കാൻ. നിങ്ങൾ താഴെ കണ്ട അവിടെ എന്റെ ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ആൾ എന്നെക്കാളും തിരക്കില്ലാണ്ട് പാട്ട് പാടുന്ന കൂട്ടത്തിലാണ്, നാടൻ പാട്ടൊക്കെ. മോള് കണ്ടാ? ദേ ഇതൊക്കെ അവിടെ വെക്കേ, കണ്ടില്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും, നിങ്ങളെല്ലാവരും അങ്ങോട്ട് ചെല്ലുക. ഞാൻ കുറച്ച് കഴിയുമ്പോ നിങ്ങളുടെ കൂടെ വരാം. എന്നാ പോയിക്കോട്ടെ. അതവിടെയാണ്.
അപ്പൊ ചാച്ച ഞാൻ അങ്ങോട്ട് വരാം പറ്റണേ കേട്ടാ